ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ള ഒരു കുഴക്കട്ടയുടെ അല്ലെങ്കിൽ റൈസ് മോദക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, അരിപ്പൊടി, ശർക്കര, വെള്ളം, എണ്ണ, ഉപ്പ്, ഏലക്കായ പൗഡർ. അപ്പോൾ നമുക്ക് റെഡിയാക്കാൻ തുടങ്ങിയാലോ. അതിനാദ്യമായിട്ട് അരക്കപ്പ് വെള്ളത്തിൽ 2 കഷ്ണം ശർക്കര നന്നായിട്ട് ചീകിയെടുത്തത് ഇളക്കി യോജിപ്പിക്കുക. ഒരു ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലേക്കാണ് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ യോജിപ്പിച്ചെടുക്കേണ്ടത്. നന്നായിട്ടത് തിളപ്പിച്ചെടുക്കണം. നല്ല തിക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കണ്ട, ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് നമുക്കതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇളക്കി യോജിപ്പിക്കുക. ശർക്കരപ്പാനി തേങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ വേണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ വറ്റി കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഏലക്കായ പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത്, ആഡ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്, ഇതിന് തൊട്ട് ഇപ്പോൾ ഒരു ബോക്സ് കണ്ടില്ലേ, ആ ഒരു സ്റ്റേജിൽ കുറച്ച് മുന്നേ ഉണ്ടായി, അതായത് ഒരു ശർക്കരപ്പാനി നന്നായിട്ട് വറ്റുന്നതിന് കുറച്ച് മുന്നേ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, എല്ലായിടത്തും പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റേത് കുറച്ചൊരു ഡ്രൈ ആയിപ്പോയി, അതിന് ശേഷമാണ് ഞാൻ ആഡ് ചെയ്തത്. ഇനി നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാൻ നോക്കാം. അതിന് മുന്നേ അരിപ്പൊടി വറുത്തതല്ല എങ്കിൽ അതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. 1.25 കപ്പ് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു ചീനച്ചട്ടിയിൽ ഒന്ന് വറുത്തെടുക്കാം. നല്ല ചൂടുള്ള വെള്ളമാണ് നമുക്ക് ഈ അരിപ്പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1.5 ഗ്ലാസ് വെള്ളം, നല്ല ചൂടുള്ള വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതുകൂടാണ്ട് ഗ്യാസ് സ്റ്റൗ നല്ല സിമ്മായിട്ട് തന്നെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. കാരണം ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ 1 സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. റൈസ് പൗഡർ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. മാത്രമല്ല, തണുത്ത വെള്ളം തീരെ ഒഴിച്ചു കൊടുക്കരുത്. നല്ല തിളക്കുന്ന ആ ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മാവ് നല്ലൊരു പരുവത്തിലാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് എണ്ണയും കൂടെ മിക്സാക്കിയിട്ട് മാവ് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഇതുപോലെ ഉരുട്ടി വെക്കാം. അതുപോലെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയും ശർക്കരയും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അതും ചെറിയ ബോൾസായിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കാം. ഇങ്ങനെ എന്തിനാ വെക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മോദക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മോൾഡിലേക്ക് ഇത് വെക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോൾസായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് മോദക്ക് ഉണ്ടാക്കുന്ന മോൾഡ്. അപ്പോൾ നമുക്ക് റൈസ് മോദക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മോൾഡ് യൂസ് ചെയ്യാം. ഇതിലൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. ഇതിന് 3 പാർട്ടാണുള്ളത്. ഇത് കണ്ടില്ലേ, ഇവിടത്തേക്ക് റൈസ് ബോൾസ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മോദക്ക് റെഡിയാക്കി എടുക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ റൈസ് ബോൾസ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. കാരണം റൈസ് ബോൾസ് നമ്മൾ ഈ ഷേപ്പ് ആക്കിയിട്ട് പുറത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
നമുക്ക് റൈസ് ബോൾസ് ഈ മോൾഡിലേക്ക് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്പേസ് ഉണ്ടാക്കുക. ഇവിടത്തേക്കാണ് നമ്മൾ ശർക്കര കൊണ്ടുണ്ടാക്കി ബോൾസ് വെച്ച് കൊടുക്കുന്നത്. എപ്പോഴും റൈസ് ബോൾസിനേക്കാളും ചെറുതായിരിക്കണം ശർക്കര കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബോൾസ്. കണ്ടില്ലേ, ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വേണം നമ്മൾ ശർക്കര ബോൾസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ശർക്കര ബോൾ ചെറുതായിരിക്കണം. കണ്ടില്ലേ, നല്ല സ്പേസ് ഉണ്ട് അവിടെ. അവിടത്തേക്ക് ഈ ശർക്കര ബോൾസ് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നീട് ബാക്കി വരുന്ന ഈ ഒരു മാവിൻ്റെ പാർട്ട് നന്നായിട്ട് കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലൊരു ലെവലായിട്ട് അത് പ്രസ് ചെയ്ത് വെക്കുക. അവിടെ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഒരു ലെവലായിട്ട് വെക്കുക. ഇനി നമുക്ക് ഈ അച്ചൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. നല്ല മോദക് ഷേപ്പിലുള്ള റൈസ് പൗഡർ കൊണ്ടുള്ള കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് സെർവ് ചെയ്യുന്ന ടൈമിലും നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എല്ലാം നല്ല ഷേപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിക്കാം. അതിനായിട്ട് ഈ ഒരു തട്ടാണ് യൂസ് ചെയ്യുന്നത്. നൂൽപ്പിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഈ ഒരു തട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതിനെ 4 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. ഈ 4 പാർട്ടിലും ഇതുപോലെ ഓരോ പ്ലേറ്റ് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ ഈ ഓരോ പാത്രത്തിലും നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മോദക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു ഇഡ്ഡലി തട്ടിലേക്ക് താഴ്ത്തി വെക്കാം. അതിന് മുന്നേ 2 ഗ്ലാസ് വെള്ളം ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇത് താഴ്ത്തി വെക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ വെക്കാം. അതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊരു 12 മിനിറ്റ്, ഏകദേശം 12 മിനിറ്റായി. ഞാനിത് തുറക്കാൻ പോവാണേ. കണ്ടോ, നന്നായിട്ടത് വെന്തിട്ടുണ്ട്. നല്ല സ്റ്റീമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനി പുറത്തേക്ക് എടുത്ത് വെക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ ഗണേഷ് ചതുർത്ഥി സമയത്ത് എല്ലാവരും ഉണ്ടാക്കുന്ന, മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.